Academy's English class. So in this session, we'll be dealing with reading with understanding, section number 1. And we have learned so far the section 1 along with introduction, adolescence, influence, how we can control this contagious nature of anxiety, how we can decrease the level of anxiety, and how we can increase our memory power. And we have also learned the power of concentration and learning. So in this new session, we'll be dealing with the time management and mental blocks along with the sleep process you have to have in your daily life. So let's get started. Anxiety and fear hamper recall and result in a mental block during examination. Anxiety and fear hamper recall and result in a mental block during examination. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിൽ ബി ടോട്ടലി ബ്ലാങ്ക്. പെട്ടെന്നെല്ലാം ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. ആങ്സൈറ്റി ആൻഡ് ഫിയർ, ദ റീസൺസ് ബിഹൈൻഡ് ദിസ് ബ്ലാങ്ക് ആയി പോകുന്നതിന്റെ റീസൺ എന്താണ്? ആങ്സൈറ്റിയും ഫിയറും ആണല്ലേ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രഷർ, അയ്യോ എക്സാം ആണല്ലോ എന്ന് പറയുന്ന ആ പേടിയും പ്രഷറും, ഇത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റിയുമാണ് ഇതിന് ഒരു ബ്ലോക്ക് ആയിട്ട്, ഒരു ഹാമ്പർ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. സോ ഇറ്റ് hampers you from recalling what is inside your memory. നിങ്ങളുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നതിൽ നിന്നും ഇത് ബ്ലോക്ക് ചെയ്യുന്നു. And results in mental block during examination. Watching television for a long time could lower academic performance. നമ്മൾക്കറിയാം, നമ്മളിപ്പോ എല്ലാവരും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാച്ചിങ് ടെലിവിഷൻ, സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റഗ്രാംസ്, എക്സ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, അങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയാസ് നമ്മൾ ഇപ്പോഴത്തെ ജെൻസീസ് എസ്പെഷ്യലി ജെൻസീസ് എല്ലാവരും ഭയങ്കര അഡിക്റ്റഡ് ആണ്. സോ വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ്. ഇത് നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളുടെ ബ്രെയിനിലേക്ക് അക്കോമഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര കളർഫുൾ ആൻഡ് ഹിയറിംഗിന് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നത്. കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഹിയറിംഗിന് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളുടെ ബ്രെയിൻ ഗ്രാസ്പ് ചെയ്തെടുക്കും. അപ്പോഴും ഈ ഗ്രാസ്പ് ചെയ്തൊക്കെ കൂടി നിൽക്കുമ്പോൾ വി ആർ ജസ്റ്റ് ഗിവിംഗ് മെമ്മറി, ഒരു ഡാറ്റ കൊടുക്കുവാണ്. അപ്പൊ എത്രത്തോളം ഫേവറബിൾ ആണ്? ഇത്രയും ഫേവറബിൾ ആയിട്ട് നമ്മുടെ കണ്ണിന് ഭയങ്കര ഫേവറബിളും ചെവിക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു ഡാറ്റ നമ്മൾ പഠിച്ചു കയറ്റുമ്പോൾ ഇറ്റ് ഷാൽ നോട്ട് സ്റ്റേ ഇൻ ദ ബ്രെയിൻസ്. So that eventually lowers our academic performance. It steals away the reading time. നമ്മൾ കുറേ നേരം ടെലിവിഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ നമുക്ക് കുറേ ടൈം പോവാണല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റീലിംഗ് അവേ ദ റീഡിംഗ് ടൈം. നമ്മൾക്ക് ശരിക്കും വേണ്ട സമയത്തെ അത് കട്ടുകൊണ്ട് പോവാണ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസും ടെലിവിഷൻസ് ഒക്കെ ചെയ്യുന്നത്. ടൈം മാനേജ്മെന്റ് ഇസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ടൈം മാനേജ്മെന്റ് ഇസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ if you are having a plan about your course, what is to be done within a particular time, and if you're having a discipline to maintain that decorum, you'll be having the time management. The time must be managed between filled and unfilled time. നിങ്ങൾ ചില ടൈംസിന് നിങ്ങൾ കുറച്ച് അസൈൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില പ്രോജക്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അസൈൻ ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, രാവിലെ 6 o'clock മുതൽ നിങ്ങൾ യോഗ ചെയ്യണം. അപ്പൊ ഈ 6 to 7 എന്ന് പറയുന്ന ടൈം നിങ്ങൾ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുന്ന ഒരു ടൈമാണ്. അതിനുശേഷം 9 o'clock നിങ്ങൾ സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ചെയ്യുന്നത്. സോ ദ ടൈം ബിറ്റ്വീൻ 6 to 7 കഴിഞ്ഞിട്ട് ഉള്ള 9 വരെയുള്ള ടൈമിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോസസ് ചെയ്ത് പഠിക്കാനുള്ള, റീകോൾ ചെയ്യാനുള്ള ഒരു ടൈം വരുന്നത്. സോ ദ ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ദ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. ഈ ഫിൽഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുമ്പോൾ 6 to 7 ഫിൽഡ് ആയിട്ടുള്ള ടൈമാണ്. 9 and afterwards it's filled time. So between this is the unfilled time. So you have to manage your time between the filled as well as the unfilled time. Filled time is the time spent sleeping, bathing, eating, dressing and attending school.
അതായത് സ്പെൻഡ് ചെയ്യുന്ന ടൈംസ് ആണ്, യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈംസ് ആണ് ഈ ഒരു ഫിൽഡ് ടൈംസ് എന്ന് പറയുന്നത്. അതിപ്പോ മേ ബി ഓഫ് സ്ലീപ്പിംഗ് ആവട്ടെ, സ്ലീപ്പിംഗ് ഫ്രം 10 AM to 6 AM ആയിക്കോട്ടെ, ബാത്തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ടൈം ആയിക്കോട്ടെ, ഈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ടൈം ആയിക്കോട്ടെ, ഡ്രസ്സിങ്ങിന് അറ്റൻഡിങ് സ്കൂളിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ടൈം ആയിക്കോട്ടെ, ഇതൊക്കെ ഫിൽഡ് ടൈം ആണ്. ബാക്കിയുള്ള unfilled ടൈമിലാണ് we have to manage and appropriately organize our activities. A student has 10 hours of unfilled time. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ട്. 24 hours. We are having 24 hours, and in that 10 hours of our lifetime in a day, it is unfilled. How best is the student going to utilize this? Make a timetable for 10 hours. We are having 24 hours as a total in a day, and we'll be having a lot of time spent for other things, and at last we'll be having 10 hours as an unfilled time. Unfilled time ആയിട്ട് നമുക്ക് എന്താണ് 10 hours ആണ് കിട്ടുന്നത്. ഈ 10 hours നമ്മൾ എങ്ങനെയാണ് highly appropriate ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ടൈം ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്ന ഈ ടൈമിനെ, ഈ 10 hours ആരൊക്കെ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത്രത്തോളം നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റിമറിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. So we have to make a timetable for this 10 hours appropriately and organize our unfilled time and assign each and every projects to this unfilled time so as to gain more knowledge, so as to gain more activity skills എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നിനും ഓരോ ടൈമിംഗ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കണം. So fill time like sleeping, bathing, eating, dressing and attending school, and fill life 10 hours available for the productive use in a day, and making of timetable. Plan how to utilize unfilled time effectively. നമുക്ക് filled ആയിട്ടുള്ള ടൈംസ് ഉണ്ട്. Imagine this is a time bar in a day. You are having 24 hours as total. അതിനകത്ത് 24 hours അകത്ത് 14 hours നിങ്ങൾ fill ചെയ്തു. ബാക്കിയുള്ള 10 hours മാത്രമേ നിങ്ങൾക്ക് റെസ്റ്റ് ഉള്ളൂ. 14 hours നിങ്ങൾ സ്പെൻഡ് ചെയ്ത ടൈമാണ്. ബാക്കി 10 hours ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും ടൈം നിങ്ങൾക്ക് യോഗ ചെയ്യാൻ, ഇത്രയും ടൈം ഫോർ ന്യൂസ് അനലൈസേഷൻ, ന്യൂസ് കാണാൻ വേണ്ടിയിട്ട്, ഇത്രയും ടൈം ഫോർ ഹോംവർക്ക് ആൻഡ് സ്റ്റഡീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈം, ലെഷർ ടൈം കൂടെ ഇതിൻ്റെ അടുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ടൈമിനെ ഓർഗനൈസ് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾക്ക് ആക്ച്വലി നമ്മളുടെ ടൈം മാനേജ്മെന്റ് വരുന്നത്. So 7 to 8 hours of sleep is necessary for optimal physical rest and brain functioning. ഒരു ദിവസം 7 to 8 hours ആണ് നമ്മൾ ശരാശരി, on an average we have to get our sleep for the physical rest and brain functioning, which is to be properly working. നമ്മളുടെ physical rest എത്ര നേരമാണ്, optimal physical rest എത്ര നേരമാണ്, ഒരു 7 to 8 hours as an average ആണ് നമ്മൾക്ക് ഒരു ദിവസം നമ്മൾക്ക് ടൈമിംഗ് ഫോർ സ്ലീപ്പിംഗ് വേണ്ടത്. A positive thought is the seed of a positive result. Always feel positive. So ഉറങ്ങുക, നിങ്ങൾ 7 to 8 hours നിങ്ങൾ ഉറക്കം എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും സ്ക്രോൾ ചെയ്ത് ചാറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്ത് ഇരിക്കുന്നവരും നമ്മുടെ ജനറേഷൻ ഫുള്ളി അഡോപ്റ്റഡ് ബൈ AI ആസ് വെൽ ആസ് സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ എന്നാൽ കൂടെ giving proper attention to our sleeping schedule or as giving proper attention towards our physical health is beneficial for ourselves. നമ്മൾ കുറച്ചുകൂടി അഡൽട്സ് ആയി കഴിയുമ്പോൾ the effects will be reflected upon us. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് മാത്രമേ പിന്നീട് അഡൽട്സ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിൽ നമ്മൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. So a positive thought is the seed of a positive result. So always feel positive. This will help to lessen stress.
നമ്മൾ ചുറ്റിലും നമുക്കറിയാം സ്ട്രെസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് it will be always in such a high peak things. നമുക്ക് സ്ട്രെസ് ആവാനുള്ള റീസൺസ് it's inevitable. N number of reasons നമുക്ക് സ്ട്രെസ് അടിക്കാനുണ്ടാകും. പക്ഷേ still we have to maintain a positive thought in our minds and we have to feel positive always. So this will gradually lessen your stress. If a student has symptoms of anxiety or depression, seek medical help immediately. നമ്മൾക്ക് അതിനകത്തൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ മെന്റൽ സ്ട്രെസ് ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്സിനെ മെന്റൽ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. സോ ആൻസൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. കാരണം നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഒരു കാര്യമാണ്. On keeping this depression as well as anxiety within yourself unaware that നിങ്ങൾ ഇപ്പൊ ഇത് മാറിപ്പോയിക്കോളും, ഈ ഫേസ് കഴിഞ്ഞു പോയിക്കോളും എന്ന് ചിന്തിച്ച് അത് നിങ്ങൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കാതിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഷാൽ എഫക്ട് ഓൺലി അപ്പോൺ യുവർ സെൽഫ്. നിങ്ങൾക്ക് മാത്രമേ അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. None others will be affected by that. So you have to take care of yourselves. You have to seek a medical help if you are having anxiety or depression. Clear alle makkale? Set alle? So with this we have completed our section number 1 of the chapter, and let's move on to the section number 2, which is stress preventive measures. You have to read about stress. Below you will read stress prevention measures, which we will be going on. So let's dive into the section 2 of the chapter with a colorful pop-up. So yeah. How can you maintain or prevent stress in your life? This is the question. How can you prevent stress in your life? What are the preventive measures for the stress? The first one is time management and task organization. We will be reading the first part as an answer in this session, and the rest will be dealt in the next session. The first one answer is time management and task organization. Let's read. To avoid or reduce stress, you must manage your time properly. Time management ഉണ്ടെങ്കിൽ നമ്മളുടെ ഹാഫ് സ്ട്രെസ് അവിടെ കുറഞ്ഞു കിട്ടും. നമ്മൾക്ക് ഇത്രയും ഫിൽഡ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്, ബാക്കി റെസ്റ്റ് 10 hours ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു യൂസ് ചെയ്യുന്ന സംഗതി നമ്മൾക്കൊരു അസൈൻമെന്റ് നമ്മളുടെ സ്കൂളിൽ നിന്ന് തരികയാണ്. ആ സ്കൂളിൽ നിന്ന് നമ്മൾക്ക് ഡെഡ് ലൈൻ തന്നിരിക്കുന്നത് 2 weeks ടൈം ആണ്. നമുക്ക് ഇത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്, അസൈൻമെന്റ് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം തന്നിരിക്കുന്നത്. ആ ടൈമിലൊന്നും ചെയ്യാതെ ലാസ്റ്റ് ഡേ ഫൈനൽ ഡേ രാത്രി 2 മണിക്കൊക്കെ ഇരുന്നിട്ട് അസൈൻമെന്റ് ചെയ്യാം. ഈ ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ആ ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രം നടന്നൊരു സംഗതിയാണ്. ഈ അസൈൻമെന്റ് ലേസിനെസ് കാരണം നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മളുടെ അസൈൻമെന്റ് ടൈം ഷെഡ്യൂൾ മാറ്റി ലാസ്റ്റ് ഡേയിലേക്ക് വലിയൊരു ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ അത് വെച്ചു. But still you're avoiding this liability and you're taking your sleeping time. ഈ ഒരു സ്പെൻഡ് ടൈമിൽ നിന്ന് കുറച്ച് ടൈം എടുത്തിട്ടാണ് യു ആർ പ്രിപ്പയറിംഗ് യുവർ അസൈൻമെന്റ്. ഈ ഒരു പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് മക്കളെ വരുന്നത്? it will increase the stress you're having. Already നിങ്ങൾക്ക് ഇത് ചെയ്തു തീർക്കാനുള്ള സ്ട്രെസ് ഉണ്ട്, and also along with that നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന സ്ട്രെസ്സും കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. So you must prepare to do task list. ഓരോ ദിവസവും to do task list. എന്തൊക്കെയാണ് ഞാൻ ഇത് ചെയ്ത് തീർക്കേണ്ടത്, ഇത്രയും ടൈമിനുള്ളിൽ എനിക്ക് ഇത്രയും 10 hours എനിക്ക് അൺഫിൽഡ് ആയിട്ടുള്ള ടൈം കിട്ടുന്നുണ്ട്, സോ ഐ ഹാവ് ടു ഡു സംതിങ്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അത് എന്തായാലും എനിക്കിത് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ടു ഡു ലിസ്റ്റ് ഓരോ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. However, these tasks are not static. ഇത് പ്രോപ്പർ ആയിട്ട് അതേപടി നമ്മൾ പാലിക്കണമെന്നില്ല. It may be flexible. It should be flexible. They undergo change over a period of time. ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് ടൈം ചേഞ്ച് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യാം. മേ ബി ഒരു വീക്കില് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് ആയിരിക്കാം, ഒരു മന്തിലേക്കായിരിക്കും, ഒരു ഇയറിലേക്ക് ആയിരിക്കാം. പക്ഷെ ഇതിലൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് ഈസ് യൂസ്ഫുൾ
ഇല്ലെങ്കിൽ നമ്മുടെ അന്നേരം നമ്മൾ ഇത് ചെയ്ത് തീർത്തില്ലല്ലോ, ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ ചെയ്ത് തീർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ട്രെസ് ആയിരിക്കും. സോ it should be flexible. It is useful to divide tasks into three categories. Three categories ആയിട്ട് നമ്മൾ നമ്മളുടെ ടാസ്ക്സിനെ ഡിവൈഡ് ചെയ്യണം. The first one is important ones. First category എന്താണ്? Important ones. A കാറ്റഗറിയിൽ വരുന്നത് important ones, B കാറ്റഗറിയിൽ വരുന്നത് less important, and C കാറ്റഗറിയിൽ വരുന്നത് routine, അതായത് ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളാണ് routine. So A, B and C ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടാസ്ക്സിനെ ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യണം. First one is important ones, second one is less important ones, and the third one is routine. In this sphere, A and B tasks with C tasks such as ironing clothes, reading newspapers, etc. So interpose A and B tasks with C tasks such as ironing clothes, reading newspapers, etc. അതായത് ഈ ഇമ്പോർട്ടന്റും ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ you have to mix up with the C. അതായത് ഒരു ദിവസം റുട്ടീൻ മാത്രം ചെയ്യാം, ഒരു ദിവസം ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം, ഒരു ദിവസം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് you have to scatter A, B and C into and combine three of these in a single day. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഇത് മൂന്നും സ്കാറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. So this would provide relief from constant pressure of important tasks. Important tasks മാത്രം ഞാൻ ഇന്ന് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ അത് ചെയ്തു തീർക്കണം എന്ന് പറയുന്ന pressure നമുക്ക് up to a level നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും by scattering or interposing these A, B and C into the task timeline. So you have to categorize your task and you have to interface these categorized tasks into your to-do list. It is also very important to allocate a realistic amount of time for each task. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്, എനിക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം. സോ I shall take 2 days to complete the complete syllabus. Whole syllabus complete ചെയ്തിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പോവാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം എടുക്കുള്ളൂ എന്ന് പറയുന്നത് it's not realistic. നമ്മൾ പഠിച്ച് തീർക്കില്ല, വലിയൊരു വാസ്റ്റ് സിലബസ് ആണ്, അത് നമുക്ക് പഠിച്ച് തീരില്ല എന്നത് നമുക്കറിയാം. എന്നിട്ടും ഭയങ്കര ചെറിയൊരു ടൈം ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, നോട്ട് സോ റിയലിസ്റ്റിക് ടൈം ലൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ സ്ട്രെസ് ലെവൽ. ആ സ്ട്രെസ് ലെവൽ കൂട്ടാൻ മാത്രം അത് ഉപയോഗിക്കത്തുള്ളൂ. സോ you have to give a realistic timeline for every tasks you are doing in this to-do list. You have to add the particular task in the to-do list എന്നിട്ട് realistic time കൂടെ നിങ്ങൾക്ക് അതിനെ allocate ചെയ്ത് കൊടുക്കേണ്ടതാണ്. You may maintain a diary to monitor tasks done or still to be done. So ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് you shall also use a diary to write ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു ലിസ്റ്റിൽ നമ്മൾക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഇത്രയും ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്, ഇനി ഇത്രയാണ് എനിക്ക് ചെയ്ത് തീർക്കാനുള്ള എന്ന് പറഞ്ഞിട്ട് you can maintain a diary for that. So here it is given that category A, B and C important tasks requiring prioritized attention is category A. Less important tasks that still need completion is category B, and routine tasks like ironing clothes, reading newspapers are included in the category C. So we have categories A, B and C, and we have to interconnect all these things to acquire a very useful and a very reasonable to-do list each day. Clear le makle? Settle? So we have completed our today's session. So in this session we have discussed about the time management and mental blocks and how we have to use the 10 unfilled hours in our day-to-day life, and we have to keep our sleep, which is to be 7 to 8 hours, and we have to always feel positive within ourselves to do with the stress things. And what are the measures to prevent the stress? The first thing is time management and task organization. We have to have a time management, you have to keep a to-do list, and we have to organize the tasks as per their importance and the routineness.
We have to interchange and it should be flexible too. Clear alle makkale? Settle? So in the next session we will be dealing with the other portions or the other answers of the question, what are the preventive measures to reduce stress? Clear alle? Settle? So with a colorful pop-up, we are winding up today's session. Thank you. Bye-bye.